വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഹലോ. അയ്യോ നമസ്കാരം. റാപ്പർ വേടന്റെ കേസ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ വേടനെ കുറിച്ച് സംസാരിച്ച് എയറിൽ പോയിട്ടുണ്ട്. MG ശ്രീകുമാർ ഒക്കെ അതിന് ഉദാഹരണമാണ്. എന്നാൽ ഇപ്പോൾ ആ പട്ടികയിലേക്ക് നമുക്ക് ഒരാളെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ജാസി ഗിഫ്റ്റ്. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് അവതാരിക ജാസി ഗിഫ്റ്റിനോട് വേടനെ കുറിച്ച് ചോദിച്ചു. അന്നേരം ഒരുമാതിരി വല്ലാത്ത രീതിയിലുള്ള കളിയാക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. ആദ്യം തന്നെ ഞാൻ ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കാണിച്ചു തരാം. ജാസ് ചേട്ടാ, ഇപ്പോൾ ഈ ഒരു സമയത്തെ യൂത്ത് ഐക്കണാണ്, റാപ്പ് മ്യൂസിക്കിലെ യൂത്ത് ഐക്കണാണ് ഡെപ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പോൾ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ജാസികത്തരം ഹ്യൂമറുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളെ 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. സത്യമല്ലേ? ജാസി അവിടെയാണ് നമ്മള് ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന് ക്യാമറ ഒക്കെ മാറ്റി വെച്ച് നോക്കിയോ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഈ നമ്മുടെ പബ് ക്രോളിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു കഷ്ടം പുച്ഛം മാത്രം. ഈ പ്രകടനം വല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരുമാതിരി വൃത്തികെട്ട പ്രകടനമായിപ്പോയി. എന്നിട്ട് പറയുന്നത് എന്താണ്? സെൻസ് ഓഫ് ഹ്യൂമർ. അടുത്തിരിക്കുന്ന വ്യക്തി നല്ല രീതിയിൽ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഈ പുള്ളി കാണിച്ച ഈ പ്രകടനം ശരിയായില്ല എന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന 3 പേർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി കാണിച്ച പ്രകടനത്തെ മാക്സിമം വെളുപ്പിച്ചിട്ട് ഡീവിയേറ്റ് ചെയ്ത് വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടന്നില്ല. ഇനി എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇതുപോലെയുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്താണ് പറഞ്ഞത്? സെൻസ് ഓഫ് ഹ്യൂമർ എന്ന്. ഇതാണോ സെൻസ് ഓഫ് ഹ്യൂമർ? ഇതിനെ സെൻസ് ഓഫ് ഹ്യൂമർ എന്നല്ല വിളിക്കേണ്ടത്. അസൂയ, കുശുമ്പ്, ചൊറിച്ചിൽ. ഇംഗ്ലീഷിൽ ഇതിനെ ജലസി എന്ന് പറയും. പക്ഷെ ജലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ 3 പദങ്ങൾ ഉപയോഗിച്ച് ഇതിനെ വിശേഷിപ്പിച്ചത്. അസൂയ, കുശുമ്പ്, ചൊറിച്ചിൽ. ആദ്യത്തെ 2 കാര്യത്തിന് അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. എന്നാൽ ചൊറിച്ചിലിനുള്ള മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര മരുന്ന് കിട്ടും. അപ്പോൾ ഈ ചൊറിച്ചിൽ അങ്ങ് മാറിക്കിട്ടും. പിന്നെ അസൂയയും കുശുമ്പും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അസൂയയും കുശുമ്പും നമ്മുടെ ഉള്ളിൽ തന്നെ വന്ന് നിറഞ്ഞ് അത് നമ്മളുടെ തന്നെ അധപ്പതനത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തൊരു വൃത്തികേടായി കാണിച്ചത്. എനിക്കത് കണ്ടിട്ട് കോമാളിത്തരമായിട്ടാണ് തോന്നിയത്. പുള്ളിക്ക് വേടനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതുകൊണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കാമായിരുന്നു. അതൊന്നും അല്ല ചെയ്തത്. ഉടനെ വലിയ പ്രകടനം കാണിക്കുന്നു. എന്നിട്ട് അതിനൊത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത 3 പേര്. ഇതിനൊന്നും ചിരിച്ച് കൊടുക്കരുത്. ഇതിനൊന്നും ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാനൊന്നുമല്ല. വേടൻ ചെയ്ത ഒരു കാര്യം അത് തെറ്റ് തന്നെയാണ്. ഒരു വസ്തു ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വസ്തു വേടൻ ഉപയോഗിച്ചു. അത് തെറ്റ് തന്നെയാണ്. അതിനെ ഞാൻ ഒരിക്കലും വെളുപ്പിക്കില്ല. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തിരുത്താം. അത് തിരുത്തുന്നിടം വരെ പുള്ളിക്കാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പുള്ളി ആരാധകർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അത് തിരുത്തട്ടെ. പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ പുള്ളിയെ ഈ രീതിയിൽ കളിയാക്കുന്നത് അതൊരിക്കലും ശരിയല്ല. കാരണം ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതും ഇയാളെ പോലെ ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഒരു പാട്ടുകാരനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു റാപ്പറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അഭിപ്രായം പറയാനില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. അതിന് പകരം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രകടനം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് വേടൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ വേടന്റെ പാട്ടുകളൊന്നും തന്നെ കേട്ടിരുന്നില്ല. എന്നാൽ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഞാൻ കുറേ പാട്ടുകൾ കേട്ടു. അപ്പോൾ ആ പാട്ടുകൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേടൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ആരാധിക്കപ്പെടുന്നത് എന്ന്. കാരണം പുള്ളിയുടെ പാട്ടിന്റെ ഓരോ വരികളും പ്രസക്തമാണ്. സാമൂഹിക പ്രസക്തമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരന്റെ പാട്ടിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിയും നല്ലൊരു പാട്ടുകാരനാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 90s പുള്ളി ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, കുറേ കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിന് നന്മ തരുന്ന രീതിയിൽ ഒരു കാര്യവും പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. ഇപ്പൊ പുള്ളിയുടെ കാലഘട്ടം മാറി. ഇപ്പൊ പുതിയ പാട്ടുകാരാണ്. ആ പുതിയ പാട്ടുകാരെ അംഗീകരിക്കുക, ആ പുതിയ പാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക. പുള്ളിയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. പക്ഷെ പുള്ളി അതല്ല ചെയ്തത്. അസൂയയും കുശുമ്പുമാണ് ആ സമയത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകളൊക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളായിരുന്നു. പക്ഷെ ആ പാട്ടുകളുടെ ഒന്നും വരിയിൽ അത്ര അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വേടന്റെ പാട്ടുകൾ അങ്ങനെയല്ല. വേടന്റെ പാട്ടുകളിലൂടെ പുറത്തു വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ആഘോഷിക്കപ്പെടേണ്ട, ആരാധിക്കപ്പെടേണ്ട രാഷ്ട്രീയമാണ്. കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓരോ വ്യക്തികളും പ്രതികരിക്കുന്നത് ഓരോ രീതിയിലാണ്. സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഓരോ രീതിയിലാണ്. ചില ആൾക്കാർ എഴുത്തിലൂടെ ആയിരിക്കും. ഇപ്പൊ കവികളും എഴുത്തുകാരും ഒക്കെ എഴുത്തിലൂടെയും വരികളിലൂടെയും ഒക്കെ ആയിരിക്കും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. പാട്ടുകാരെങ്ങനെയാണ്? അവരുടെ പാട്ടിലൂടെയാണ്. ചില ആൾക്കാർ വാക്കുകളിലൂടെ ആയിരിക്കാം, ചില ആൾക്കാർ പ്രസംഗങ്ങളിലൂടെ ആയിരിക്കാം, അഭിനേതാക്കള് അഭിനയത്തിലൂടെ. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്നത്. വേടൻ അതേപോലെ ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുള്ളി ചെയ്ത തെറ്റ് മറച്ചു വെക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ എപ്പോഴും പറയും. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു വേടനെ അത്ര രീതിയിൽ വെളുപ്പിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വേടനെതിരെ ഒരു കള്ളക്കേസ് വന്നു എന്നുള്ളത് സത്യമാണ്. ആ ഒരു കാര്യത്തിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ആദ്യത്തെ കേസിൽ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാളെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഈ നമുക്ക് ഒരാളോട് അസൂയുണ്ട്, നമുക്കൊരാളോട് കുശുമ്പുണ്ട് എന്നുണ്ടെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആൾക്കാർ മാക്സിമം അത് മനസ്സിൽ തന്നെ ഹൈഡ് ചെയ്ത് വെക്കും. അതൊരിക്കലും പുറത്തേക്ക് കൊണ്ടുവരത്തില്ല. പക്ഷെ ഇവിടെ പുള്ളിക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങ് പുറത്തേക്ക് അങ്ങ് വന്നുപോയി. ഇവിടെ ആ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്ന അവതാരികയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടി. പുള്ളിക്കാരൻ സെൻസ് ഓഫ് ഹ്യൂമർ ഒന്നും അല്ല കാണിച്ചേ, തമാശയൊന്നും അല്ല കാണിച്ചെന്ന് പിടികിട്ടി. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ വേടന്റെ കാര്യം എടുത്തിടേണ്ട പോലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരൊരു സിനിമയെ കുറിച്ചിട്ടായിരുന്നു ചർച്ച ചെയ്യുന്നത്. ഇവിടെ മനഃപൂർവ്വം അവതാരിക ആ ഒരു പേരെടുത്തിട്ടതാണ്. കാരണം വേടൻ ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. സമൂഹത്തിൽ കുറേയും കൂടി നല്ല വൈറലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വേടനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാസി ഗിഫ്റ്റിന്റെ പ്രതികരണം ഇനിയിപ്പോൾ നന്നായിട്ട് വൈറലാകുമല്ലോ. ജാസി ഗിഫ്റ്റ് പരിഹസിച്ച് കാണിച്ചു, കളിയാക്കി, തമാശ കാണിച്ചു, ഇനിയിപ്പോൾ അത് നന്നായിട്ട് വൈറലായിക്കോളും. അപ്പം മനഃപൂർവ്വം വേടന്റെ പേര് ഇതിനകത്ത് എടുത്തിട്ടാണ്. അവഗണിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വേടന്റെ പാട്ട് നല്ല രീതിയിൽ പ്രയോജനമാകുന്നുണ്ട്. അത്തരം ആൾക്കാരുടെ വരികളാണ്, അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ വോയിസ് ആണ് വേടന്റെ പാട്ടുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യണം. പുള്ളിയെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാർ വളർന്നു വരണം, അവരും ആഘോഷിക്കപ്പെടണം. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒരുപാട് അധിക്ഷേപങ്ങളും ഒരുപാട് അവഗണനകളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ജാസി ഗിഫ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിറത്തിന്റെ പേരിൽ ഒരുപാട് അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അവഗണന നേരിടുന്ന ആൾക്കാർ ഉയർന്നു വരുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഉയർന്ന് എല്ലാ പ്രശസ്തിയും എല്ലാ പണവും എല്ലാ പ്രതാപവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഞാനാണ്, എന്നെ കഴിഞ്ഞ് വേറെ ആരും ഇല്ലേ എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴേണ്ടി വരും. അതാണ് ഇപ്പോൾ വേടനെ പോലെയുള്ള പാട്ടുകാർ ആഘോഷിക്കപ്പെടുന്നതും ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ആൾക്കാർക്ക് ഫാൻ ബേസ് കുറയുന്നതിനും കാരണം അതാണ്. അപ്പം അതിൽ നിന്നെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരാൻ സാധിക്കും. അതല്ല ഈ അസൂയയും കുശുമ്പും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. വൈകാതെ തന്നെ ഈ അസൂയയുടെയും കുശുമ്പിൻ്റെയും കുഴിയിലേക്ക് വീഴേണ്ടി വരും.